الفلاح حي على الفلاح الصلاة خير من النوم الصلاة خير من النوم അസ്സലാമലൈക്കും. അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പം ഖത്തറിൽ വിൻ്റർ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ അവർക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്തതും ആ ഒരു ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കിയിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കിച്ചണിൽ കയറിയിട്ട് നമ്മളെ ലഞ്ച് ബോക്സൊക്കെ നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വെക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ ചെയ്ത് വെക്കുന്ന ഒരു ജോലിയാണ്. പക്ഷേ അന്ന് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു 10-14 ദിവസം നമുക്ക് വിൻ്റർ വെക്കേഷൻ്റെ ലീവ് ഉണ്ടായിരുന്നു. അതുവരെ എടുക്കാതെ വെച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. സ്കൂളിൽ ലീവുള്ള സമയത്തൊക്കെ എനിക്കൊരു 6:30 മണിക്കൊക്കെ കിച്ചണിൽ കയറിയാൽ മതി. അല്ലാത്ത സമയത്താണ് ഈ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ കിച്ചണിൽ കയറണം. കാരണം ഒരു 6-6:15 അങ്ങനെ അവർക്ക് വണ്ടി വരും. അപ്പോൾ അപ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കയറണേ. പിന്നെ നമ്മൾ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തലേദിവസം തന്നെ വേവിച്ച് വെക്കും. അല്ലാതെ എനിക്ക് രാവിലെ എല്ലാം കൂടി ഒന്നായിട്ട് നടക്കില്ല. നമ്മളെ കടല, ചെറുപയർ, ഇപ്പം ബീഫ്, ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി തന്നെ വേവിച്ച് വെക്കും. എന്നിട്ട് രാവിലെ കടലയും ചെറുപയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ താളിച്ചൊഴിച്ചു കൊടുക്കുക. പിന്നെ ദോശ, ഇഡ്ഡലിയൊക്കെ രാവിലെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ ചട്നി, മുട്ടക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാവിലെ ഉണ്ടാക്കാറുള്ളൂ. ബാക്കി കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ചെയ്ത് വെക്കാറാണ് പതിവ്. പിന്നെ അവർക്ക് കൂടുതലായിട്ടും ഞാൻ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ലഞ്ച് ബോക്സിൽ കൊടുക്കാറ്. പക്ഷേ അവർക്ക് കൂടുതൽ ഇഷ്ടം നമ്മളെ ഫ്ലേവേർഡ് റൈസ് ഉണ്ടല്ലോ, മഷ്റൂം റൈസ്, പൊട്ടറ്റോ റൈസ്, ക്യാരറ്റ് റൈസ് ഒക്കെ പോലത്തെ. ഞാൻ ഓൾറെഡി ഒരു 3-4 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള റൈസിൻ്റെത്. അപ്പോൾ അങ്ങനത്തെ റൈസ് കൊടുക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം, ചിക്കനൊക്കെ ഇട്ടിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും എനിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. കാരണം അങ്ങനെ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഉച്ചക്കൊന്നും ഉണ്ടാക്കേണ്ടി വരാറില്ല. ആ ഒരു റൈസ് തന്നെയാണ് ഞങ്ങൾ ഉച്ചക്കും കഴിക്കാൻ എടുക്കാറ്. പക്ഷേ ടൈം അധികം കിട്ടാറുണ്ടാവില്ല. ഞാൻ ഓൾറെഡി നമ്മളെ റൈസൊക്കെ തലേദിവസം തന്നെ വേവിച്ച് വെക്കും. പിന്നെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടാക്കിയെടുക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കറിയും ഒക്കെ ഒന്നിച്ചുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു റൈസ് ഉണ്ടാക്കൽ പോസിബിൾ അല്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കണം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കാറാണ് പതിവ്. അപ്പോൾ അതാ ഇപ്പോൾ കുറച്ച് ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കാമെന്ന്. പിന്നെ തലേദിവസം ഞങ്ങൾ KFC വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ. ഫ്രഞ്ച് ഫ്രൈസും ആ ഒരു KFCയും ഒക്കെ തലേദിവസം കഴിക്കുന്ന സമയത്ത് തന്നെ 2 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നാളെ ലഞ്ച് ബോക്സിൽ തരണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബീട്രൂട്ടിൻ്റെ റൈസ് ചിക്കനൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒരു ബീട്രൂട്ട് റൈസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു KFC ചിക്കൻ വെച്ച് കൊടുത്താൽ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നതാണ്. ബീട്രൂട്ട് റൈസൊക്കെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം വലുപ്പമില്ലാത്ത ഒരു ചെറിയ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയേ. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതാ ചോപ്പറിലിട്ടിട്ട്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് എടുക്കാറാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ. അതിനിത് നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ചോപ്പറുള്ളത്. അപ്പോൾ ഇതാ ബീട്രൂട്ട് 2 കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും നല്ലോണം ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം നല്ല ബേബി ടൊമാറ്റോ ഉണ്ടായിരുന്നു, നല്ലവണ്ണം പഴുത്തത്. അതൊരു 3-4 എടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് തലേദിവസം തന്നെ ഞാൻ ബസ്മതി റൈസ് ഉപ്പും കുറച്ച് ഓയിലും ഇട്ടിട്ട് വേവിച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കാറുണ്ട്. ഇനി ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം. സംഭവം സിമ്പിളാണ്. ആദ്യം തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം മെൽറ്റ് ആയാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ, അത് ആദ്യം ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു റൈസ് ലഞ്ച് ബോക്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബട്ടറിലോ ഒലിവിലോ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ റൈസിന്. അപ്പോൾ ബട്ടറായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് അതിതാ മെൽറ്റായി വരുമ്പം വെളുത്തുള്ളി ഇഞ്ചിയും നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു ബീട്രൂട്ട് ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്നും നിർബന്ധമില്ല. ഞാൻ ആ ഒരു
മുൻപ് ഫ്ലേവേർഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളായാലും വെജിറ്റബിൾസ് ആയാലും എന്തായാലും. അപ്പോൾ അതാ ഉപ്പും ചേർത്തിട്ട് തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്, അതൊന്ന് വെന്ത് വരാൻ. അപ്പോഴേക്കും ഞാൻ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ അത് ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബൂസ്റ്റ് ഒന്നും എപ്പോഴൊന്നും ഉണ്ടാവില്ലേ, ഉള്ള സമയത്ത് ബൂസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മോർലിക്സ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് വലിയ ഇഷ്ടമല്ല ഇത് രാവിലെ കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ രാവിലെ അപ്പാട് വെള്ളം വരെ കുടിക്കാതെയാണ് പോവാറ്. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെ അപ്പാട് വിടലാണ്. ഇപ്പം ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല, എന്തെങ്കിലും ഒന്ന് കഴിപ്പിച്ചിട്ടേ ഞാൻ വിടാറുള്ളൂ. അപ്പോൾ ബൂസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാനിപ്പം ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചായ കോഫി ബൂസ്റ്റ് ഇതൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അധികവും ചൂടുവെള്ളവും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കിയത് അതോ അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ ബൂസ്റ്റ് ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ അത് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ തക്കാളിയും ബീട്രൂട്ടൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഫ്ലേവറിന് ഇഷ്ടമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മന്തി മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മന്തിയുടെ ഫ്ലേവർ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ മന്തി മസാല പൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറും നമ്മളെ മഞ്ഞളും കുറച്ച് മുളകിൻ്റെ പൊടിയും ചേർത്തിട്ടും നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ തലേദിവസം വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ബസ്മതി റൈസാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അത് പതിയെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വേവാതെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളെ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തലേദിവസം KFC ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അവർ കഴിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 2 പീസ് മുഴുവൻ കഴിക്കാതെ. അപ്പോൾ അതും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ലഞ്ച് ബോക്സിലേക്ക് വെക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഞാൻ എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കിച്ചണിലെ ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവരെ വിളിക്കാറ്. എന്നിട്ടാണ് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒരുങ്ങാറ്. ഒരു 5:45 എല്ലാ ജോലിയും കഴിയും. കാരണം ഇന്ന് ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അങ്ങനെ ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല. ഞാൻ അടയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഇലയട ഉണ്ടല്ലോ, സ്പൈസി ആയിട്ടുള്ള ഇലയട, അതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തലേ ദിവസം തന്നെ ഞാൻ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു അട ഒന്ന് ചൂടാക്കാൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇത് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ റൈസൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചോപ്പറും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇതിപ്പം വീഡിയോന് വേണ്ടിയിട്ടല്ല, അല്ലാതെ തന്നെ എനിക്ക് എന്ത് ജോലി എടുത്താലും നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങൾ അപ്പം കഴുകി എടുക്കണേ. അല്ലാതെ ഈ ഒരു സിങ്കിലിങ്ങനെ കൂട്ടി വെക്കുന്നത് ഇഷ്ടമല്ല. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴുകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും നമുക്ക് ഈ ഒരു പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് മടുപ്പ് വരിക. ഇതിങ്ങനെ ഓരോ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പം എടുത്ത സ്പൂൺ ആയിക്കോട്ടെ പ്ലേറ്റ് ആയിക്കോട്ടെ അതൊക്കെ അന്നേരം കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രം കഴുകൽ എളുപ്പമായിട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അതുകൊണ്ട് തന്നെ ആ ഒരു റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മളെ KFC ഒക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളെ ബൂസ്റ്റൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അവർ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കുന്ന സമയത്തേക്ക് കറക്റ്റായിട്ടുള്ള ചൂടായിക്കോളും. അപ്പോൾ ലഞ്ച് ബോക്സ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ലഞ്ച് ബോക്സിൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു കറിയും പിന്നെ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിലും ദോശയാണെന്നുണ്ടെങ്കിലും അതും ജസ്റ്റ് അത് വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. റൈസ് ആകുന്ന സമയത്ത് ഇതിങ്ങനെ 3 ബോക്സ് പോലെ ഉണ്ടല്ലോ. അപ്പോൾ റൈസ് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ സൈഡ് ഡിഷായിട്ട് ഞാനൊന്നും വെച്ച് കൊടുക്കാറില്ല. കാരണം നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ആയിരിക്കും ഇത്. നമ്മൾ മഷ്റൂം ആയിക്കോട്ടെ പൊട്ടറ്റോ ആയിക്കോട്ടെ എന്തായാലും. ഇപ്പം തന്നെ ഇതിൽ നമ്മൾ മന്തി മസാല ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു മന്തിയുടെ ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ ബട്ടറിൻ്റെതും ഗാർലിക്കിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നത് കൊണ്ട് തന്നെ ഇതിന് നമുക്ക് എക്സ്ട്രാ സൈഡ് ഡിഷ് ആയിട്ടുള്ള റൈത്തയോ പിക്കിളോ കാര്യങ്ങളോ ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പം KFC ഉള്ളത് കൊണ്ട് ഞാൻ സൈഡിലായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാറാണ് പതിവ്. പക്ഷേ അവർക്ക് വലിയ താല്പര്യമില്ല. വെജിറ്റബിൾസ് മീൻസ് ക്യൂക്കുംബർ 1-2 കഴിക്കും. ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുത്താൽ ഈ റൈസിൻ്റെ കൂടെ മിക്സ് ആയാലും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെ വെച്ച് കൊടുക്കാറില്ല. റൈസ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് പോലെ പൊട്ടറ്റോ ഒക്കെ പൊരിച്ചിട്ട് വെച്ച് കൊടുക്കാറാണ് ഞാൻ ചെയ്യാറ്. അതൊക്കെ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. വെജിറ്റബിൾസിലെ പൊട്ടറ്റോയും മഷ്റൂമൊക്കെ പിന്നെ ബ്രൊക്കോളി അതൊക്കെ സോട്ട് ചെയ്ത് കൊടുത്താൽ അത് കഴിക്കും. ഇനിയിപ്പോൾ ഞാൻ സെക്കൻഡ് ലഞ്ചിനായിട്ട് ഒരു സെക്കൻഡ് ലഞ്ച് കൊടുക്കണേ. സെക്കൻഡ് ലഞ്ചിന് ഞാൻ കൂടുതലായിട്ട് നമ്മളെ
ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറ്. ഇപ്പം ബിസ്ക്കറ്റൊന്നും കയ്യിലിരിക്കുന്നില്ല, ഇനിയിപ്പോൾ എല്ലാം പോയി വാങ്ങണം. ഞാൻ മുന്നേ തന്നെ എല്ലാം വാങ്ങി വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ അസുഖമൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം ഓറഞ്ച് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കരുതി ഓറഞ്ച് കൊടുക്കാമെന്ന്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റൊക്കെയാണ് ഇവർക്ക്. ഫ്രൂട്ട്സ് ഒന്നും വലിയ ഇഷ്ടമൊന്നുമല്ല, പിന്നെ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇവരെ വിളിക്കുക, ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരെ വിളിക്കുക. ഓൾറെഡി ഓരോ ജോലി എടുക്കുന്ന സമയത്തും പോയിട്ട് 2-3 പ്രാവശ്യമൊക്കെ വിളിക്കും, എന്നാലേ എണീക്കുള്ളൂ. ഇതിപ്പം ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. സ്കൂള് റീജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, രാവിലെ വേഗം എണീച്ച് പോകണം എന്നുള്ള. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ച ഉടനെ തന്നെ. അപ്പോൾ അതാ ഞാൻ ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ചൂടുവെള്ളമാണേ കൊടുക്കാറ്, അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ലഞ്ച് ബാഗിലാക്കിയിട്ട് മാറ്റി വെക്കാം. സത്യം പറഞ്ഞാൽ രാവിലെ ഹറിബറി ആയിരിക്കും കേട്ടോ. ഇവർ സ്കൂളും ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് തോർന്ന പോലെയാണ് എനിക്ക് തോന്നുക. അപ്പോൾ മെയിനായിട്ട് ഇതാ ഈ ഒരു ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യൽ തന്നെ, അത് ചെയ്ത് വെച്ചാൽ തന്നെ പകുതി പണി കഴിഞ്ഞത് പോലെയാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഇലയട ഉണ്ടല്ലോ, അത് മധുരമാണ് അവർക്ക് ഇഷ്ടം. ഈ ഒരു സ്പൈസി വലിയ താല്പര്യമില്ല. ഞാൻ വല്ലപ്പോഴും മാത്രമേ ഈ ഒരു സ്പൈസി ഉണ്ടാക്കല്ലോ, അധികവും മധുരമുള്ള ഇലയട ഉണ്ടാക്കാറ്. ഇതായതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ പകുതിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. മധുരമല്ലേ എന്ന് ചോദിച്ചിട്ടാ ഇരിക്കുക തന്നെ ചെയ്തത്. അപ്പോൾ ഇതാ ചൂടോടെ ആ ഒരു ഇലയുടെയും പ്ലേറ്റിലാക്കുന്നുണ്ട്. പിന്നെ ബൂസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ടേബിൾ മേൽ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നോളേ. പിന്നെ ഈ യൂണിഫോമൊക്കെ ഞാൻ നമ്മൾ തലേ ദിവസം തന്നെ അവരെ കൊണ്ടെല്ലാം എടുത്ത് വെപ്പിക്കുക. ഹോളിൽ ടേബിളിൻ്റെ അടുക്ക എല്ലാം സെറ്റ് ചെയ്ത് ഷൂ ഒക്കെ പോളിഷ് ചെയ്തിട്ട് തലേ ദിവസം തന്നെ എടുത്ത് വെപ്പിക്കും എല്ലാം അടുത്ത് തന്നെ. ഹെയർ ബാൻഡ് ആയാലും പിന്നെ ID കാർഡ് അതൊക്കെ രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഒട്ടും ടൈം ഉണ്ടാവില്ല. ഞാൻ പിന്നെ അതിന് പിന്നാലെ നടക്കേണ്ടി വരും അത് എടുത്തു കൊടുക്കാനൊക്കെ. പിന്നെ എനിക്കുള്ള പ്രധാന ടാസ്ക് ഇതാണ് 2 പേരുടെ ഹെയറും ടൈ ചെയ്ത് കൊടുക്കല്. അതും 2 സൈഡിലായിട്ട് മെടഞ്ഞിട്ട് തന്നെ കൊടുക്കണം. നമുക്ക് വേറൊറ്റ ഹെയർ സ്റ്റൈലും സ്കൂളിൽ പറ്റില്ല. ഇതിപ്പം ഉറങ്ങിപ്പോവൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ടൈം ഇല്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 1 സൈഡ് മാത്രമായിട്ട് പോണി ടൈലൊക്കെ ആക്കിയിട്ടൊക്കെ കെട്ടി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നോട് പറയും, ഇന്ന് എന്തായാലും സ്കൂളിൽ നിന്ന് പറയും ഹെയർ ഇങ്ങനെ കെട്ടി വന്നിട്ട് എന്നൊക്കെ. ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെടഞ്ഞിട്ട് കൊടുക്കണേ, അല്ലാതെ ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെയർ ബാൻഡ് വെച്ചിട്ട് ലൂസായിട്ട് ഹെയർ ഇട്ടാൽ മതി. Spicy. ലഞ്ച് ബാഗ് എടുക്കാം. വലൈക്കും സലാം. വലൈക്കും സലാം. ബിസ്മില്ലാ തവക്കൽതു. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് നമ്മളെ കോഴിക്കും പൂച്ചക്കൊക്കെ ഉള്ള ഫുഡ് എടുത്ത് കൊടുക്കാറാണ്. കൂടുതലായിട്ട് മസിയാണ് കൊടുക്കുക, ഞാൻ എടുത്തു കൊടുക്കാറേ ഉള്ളൂ ഫുഡൊക്കെ. ഉച്ചക്കത്തെ ചോറ് ബാക്കിയുള്ളതും പിന്നെ വെജിറ്റബിൾസ് പീൽ ചെയ്ത തൊലിയൊക്കെയാണ് കോഴിക്ക് കൊടുക്കാറ്. കോഴിൻ്റെ ഭക്ഷണം
നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ പുറത്ത്. ഞാൻ ഈ സൂക്ക് വാക്കിഫിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുഞ്ഞു കോഴിക്കുട്ടികൾ 5 ആളെ വാങ്ങിയിട്ട് 3 ആൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആളാണ് ബാക്കിയായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ അത് കുറച്ചൊന്ന് വലുതായ സമയത്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ അതേ സൈസിലുള്ള 3 കോഴിക്കുട്ടികളെ കൂടി വാങ്ങിയിട്ട് അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 5 ആളുണ്ട്. മുന്നേ വാങ്ങിയ 5 ആളല്ലേ, അതിൽ 3 ആൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വലിയ കൂട് വാങ്ങിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. മാഷാ അല്ലാ, നല്ല അവർക്ക് നടക്കാനും ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ ഉള്ള ഒരു നല്ല കൂട്, നന്നായിട്ടുണ്ടായിരുന്നു കൂട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ഫുഡ് ഉണ്ടല്ലോ, ഞങ്ങൾ കോഴിക്കുട്ടിയായിരുന്ന സമയത്ത് വാങ്ങിയിട്ടുള്ള ആ ഒരു ഫുഡും കൊടുക്കാറുണ്ട്. ഇനിയിപ്പം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. ഒരുപാടൊന്നുമില്ല, കുറച്ച് ചുരങ്ങയും വഴുതിനങ്ങയും പയറൊക്കെയാണ്. ഞാൻ ഈ വില്ലയിൽ താമസിച്ചിട്ട് ഈ വർഷം ആദ്യമായിട്ടാണ് താഴെ ഇതുപോലെ പച്ചക്കറികൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം വലുതായിട്ടൊന്നും നന്നായിട്ടൊന്നുമില്ല. പഴയ വില്ലയിലായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഉണ്ടാക്കുമായിരുന്നേ. ഇതിപ്പം താഴെയൊക്കെ ഇറങ്ങി വരേണ്ട മടി കൊണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഞാൻ ഈ വിൻഡോൻ്റെ മേലെ നമ്മളെ മലേഷ്യൻ ജീരയും കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ പ്രാവശ്യം താഴെ വെജിറ്റബിൾസ് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ മുകളിലായിട്ട് നിറച്ച് നമ്മൾ ചെണ്ടുമല്ലി ഉണ്ടല്ലോ, ചെട്ടിപ്പൂ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പം ഞാൻ നനക്കുന്ന വീഡിയോ കാണിക്കാം. ഇനിയിപ്പോൾ ഇതാ ആസിക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒരു 6:15 അങ്ങനെ മക്കൾ പോവും. 6:45 സമയത്തേക്ക് അസിയും ഓഫീസിലേക്ക് പോകും. അപ്പോൾ റൈസ് കൊടുക്കാറില്ല, കാരണം ഒരു 8:30-9 മണിക്ക് അങ്ങനെ അവർ ഫുഡ് കഴിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ കൊടുക്കാറാണ്. യെസ്, വലിയ ഇഷ്ടമല്ല, ടേസ്റ്റ് ഇല്ല. സാധാരണ തേങ്ങേൻ്റെ ചട്നി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ജനുവിന് പക്ഷേ ഇഷ്ടമായിക്കില്ല. ഒന്നിൻ്റെ പകുതിയാണ് 2 ആളും കഴിച്ച, മധുരം ഇല്ലാത്തതുകൊണ്ട്. വലൈക്കും സലാം. ഇനി എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് നമ്മൾ ചെട്ടിപ്പൂവിനൊക്കെ വെള്ളം നനച്ചു കൊടുക്കാറാണ്. ഞാനിപ്പോൾ 3 വിൻഡോ ഉണ്ട് ഇവിടെ, ഹോളിലൊന്നും ബെഡ്റൂമിൽ 2. അപ്പോൾ ആ 3 വിൻഡോയിലും ഞാൻ ഈ ചെട്ടിപ്പൂക്കൾ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ചട്ടിയിലെങ്ങാൻ ഞാൻ മുളകിൻ്റെ വിത്ത് പാകി കൊടുത്തിട്ട് അതിപ്പം മുളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പം അത് നനച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ഞാൻ വെജിറ്റബിൾസിനാണ് കൊടുക്കാറ്. ഇതിപ്പം പുളിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ റൈസ് ഉണ്ടാക്കിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കുറച്ച് കൂടുതൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെൻ്റെ ബെഡിൻ്റെ അടുത്തുള്ള വിൻഡോ ആണ്. ഈ ഒരു വിൻഡോയിൽ അധികം സ്പേസ് ഇല്ല, ആ ഒരു കോൺക്രീറ്റ് വീതി കുറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെറിയ ചെടിച്ചട്ടിയൊക്കെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഞാനിതിൽ നമ്മളെ കോക്കനട്ട് ഓയിലിൻ്റെതും പിന്നെ മിൽക്കിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഈ ഒരു ചെട്ടിത്തൈകൾ നട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെട്ടിപ്പൂവ് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മൾ കഴിഞ്ഞ വർഷം സൂക്ക് വാക്കിഫിൽ ഫ്ലവർ ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവിടുന്ന് ഒരു 2-3 ചെട്ടിത്തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 റിയാലോ 2 റിയാലോ എങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് വാങ്ങിയിട്ട് ആ വർഷം ഇഷ്ടംപോലെ ഉണ്ടായിട്ട് ആ ഒരു പൂക്കൾ ഉണങ്ങില്ലേ, ആ ഒരു ഉണങ്ങിയ പൂക്കൾ എടുത്തു വെച്ചിട്ട് ഈ വർഷം നട്ടതാണ്. ഇത് മാഷാ അല്ലാ 4 ടൈപ്പ് എങ്ങാനേ പൂക്കളുണ്ട്, നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ ജമലു ഉറങ്ങുകയാണേ. അവള് ചില സമയത്ത് അവളുടെ മൂഡ് പോലെ ഇരിക്കും, ചില സമയത്ത് ഇവർ സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ എണീക്കും. അപ്പം തന്നെ ഞാൻ ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഉറക്കാറാണ്. ഇതിപ്പോൾ എണീറ്റിട്ടില്ല, ഇനിയിപ്പോൾ എണീക്കുന്ന സമയത്ത് ഫുഡ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും പോയിട്ട് കിടക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ ലുഹറിനാണ് എണീറ്റിട്ട് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇന്ന് ഓൾറെഡി നമ്മൾ ആ ഒരു റൈസ് ഉള്ളതുകൊണ്ട് ഉച്ചക്കൊക്കെ ഒന്നും ഉണ്ടാക്കണ്ട, രാത്രിയൊക്കെ എന്തെങ്കിലും കറിയും ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയാൽ മതി. മോർണിംഗ് നമ്മളെ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം ഇവർ ഓഫീസിലും സ്കൂളൊക്കെ പോയ ഉടനെ തന്നെ ഞാൻ ഫുഡ് കഴിക്കുക. പിന്നെ ജമലു എണീക്കുന്ന ഏത് ടൈമാണോ ആ ഒരു സമയത്താണ് അവൾക്ക് കൊടുക്കുക. അധികവും ഇപ്പം കുറച്ചായിട്ട് നമ്മൾ ലുഹർ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അവൾ എണീക്കുക, അപ്പോൾ ആ സമയത്താണ് കൊടുക്കുക. ഞാനും ഇനിയിപ്പം ഈ ഒരു ഫുഡും കഴിച്ചിട്ട് ലുഹർ വരെ കിടന്നുറങ്ങും. എന്നിട്ട് എണീറ്റിട്ട് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാക്കുക ചെയ്യാം. അപ്പോഴേക്കും ഒരു 2:30 ആകുന്ന സമയത്ത് ഇവർ സ്കൂളിൽ നിന്നും ഓഫീസിൽ നിന്നൊക്കെ വരും. പിന്നെ അവർക്കുള്ള ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസിയായി പോവാണ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗിൻ്റെ വീഡിയോ ആണ് ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ഒന്ന് ചെയ്തേക്കണേ. ഇപ്പോൾ ഇതാ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് ഫോണും കാര്യങ്ങളൊക്കെ നോക്കും. നമ്മളെ ഇൻസ്റ്റയും ടിക്ടോക്കും കാര്യങ്ങളൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങുക ചെയ്യാം.
ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.